ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചക്ക പക്കാവടയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ വരിക്ക ചക്കയാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ ചക്ക കിട്ടുന്ന ആ ഒരു സീസണാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പഴുത്ത ചക്ക ചെറുതായി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ഈ ചക്ക ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക. വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ആയാലും മതി. ഞാൻ ഇതിൽ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു കഷ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേരുവകൾ ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. കുഴച്ചപാട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. കുഴച്ചെടുക്കണം. അപ്പൊ ഇത് കൈക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന്റെ ഒരു വശം ആയിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ ചക്ക പക്കാവട ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഇപ്പൊ ചക്കയുള്ള സീസണാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നമുക്കിത് രണ്ടാമത്തെ ട്രിപ്പ് ഇതൊന്ന് ഇട്ട് വെക്കാം. ഇട്ട് കൊടുക്കുന്ന ആ സമയത്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കോ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. അത് എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഇതും കൂടെ നമ്മളെ പക്കാവടിയിലേക്ക് ഇട്ട് കൊടുക്കുക. പക്കാവട, ചക്ക പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാവരും ചക്കയുള്ള സമയമാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ക്രിസ്പിയാണ്. ഇതിനി ഒരു കട്ടൻ ചായയും കൂടെ വെച്ച് ഞാനിത് കഴിക്കാൻ പോവാണ്. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ ഒരു വീഡിയോ അടുത്ത ദിവസം കാണാം.